अत्यायासकराणि कर्मपडलान्याचर्यनिर्यन्मला बोधे भक्तिपथेऽथवाप्युचिततामायान्ति किं तावता क्लिष्ट्वा तर्कपथे परं तव वपुर्ब्रह्माख्यमन्ये पुनः चित्तार्द्रत्वं ऋते विचिन्त्य बहुभिः सिद्ध्यन्ति जन्मान्तरैः अत्यायासकराणि कर्मपडलान्याचर्यनिर्यन्मला बोधे भक्तिपथेऽथवाप्युचिततामायान्ति किं तावता क्लिष्ट्वा तर्कपथे परं तव वपुर्ब्रह्माख्यमन्ये पुनः चित्तार्द्रत्वं ऋते विचिन्त्य बहुभिः सिद्ध्यन्ति जन्मान्तरैः അത്യായാസകരാണി കർമ്മപടലാനി എന്നാരംഭിക്കുന്ന ശ്ലോകമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആയാസകരാണി കർമ്മപടലാനി. ഇപ്പോൾ ഇന്നലെ നമ്മൾ അനുസ്മരിച്ച അതേ ആശയത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്യണത്. കർമ്മമാർഗം ആയാസകരമാണ്. കർമ്മമാർഗത്തെപ്പറ്റി പ്രധാനമായി പ്രതിപാദിക്കുന്നത് യജുർവേദ സംഹിതകളിലാണ്. ഒരു യാഗശാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അവിടെ യജ്ഞപാത്രങ്ങൾ സംഭരിക്കുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം മന്ത്രങ്ങൾ ചൊല്ലി ഏതെല്ലാം ദേവതമാരെ ഉപാസിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള വളരെ ഗഹനങ്ങളായിരിക്കുന്ന ആയാസകരങ്ങളായിരിക്കുന്ന കർമ്മപടലങ്ങളെപ്പറ്റി യജുർവേദം മുതലായിരിക്കുന്ന വേദശാഖകളിലൊക്കെ കാണാം. അതൊക്കെ ചെയ്യുമ്പോൾ ഹോമം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അവിടെ ധൂമധൂമ്രാത്മനാം ഭവാൻ എന്ന് ഭാഗവതത്തിൽ ഒരു പദം കാണാം. അവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് ഹോമദ്രവ്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഹോമിച്ച് പുക പിടിച്ച ശരീരവുമായിട്ടിരിക്കുകയാണ് പലരും. അപ്പോൾ അവരുടെ ശരീരം പുക പിടിക്കുന്നത് പോലെ ഈ ആയാസകരമായ കർമ്മയോഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ മനസ്സും എന്തായി പോകുന്നു, പുക പിടിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കർമ്മമാർഗ്ഗങ്ങൾ. ഇനി ആ കർമ്മമാർഗ്ഗത്തിൽ സഞ്ചരിച്ചാലോ ബോധേ ഭക്തിപഥേതവ, ഒന്നുകിൽ അവർക്ക് ബോധേ ജ്ഞാനമാർഗത്തിലേക്ക് പ്രവേശം കിട്ടും, അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലേക്ക് പ്രവേശം കിട്ടും. പക്ഷേ കൃഷ്ട്വാ തർക്കപഥേ പരം തവോബർ ബ്രഹ്മാഖ്യമന്യേ പുന. പക്ഷേ ഈ മാർഗത്തിലേക്ക് ഈ കർമ്മയോഗികൾ സഞ്ചരിച്ചാലും അവർക്ക് എന്ത് കിട്ടില്ല? ചിത്താർദ്രത്വമൃതേ. വളരെ ഭംഗിയായിട്ട് ഈ കവി പറയുകയാണ്. ഈ മാർഗങ്ങളിൽ കൂടെ ഒന്നും സഞ്ചരിച്ചാൽ എന്തുണ്ടാവുകയില്ല? ചിത്തത്തിന്, മനസ്സിന് ആർദ്രതയുണ്ടാവുകയില്ല. മനസ്സ് വെണ്ണ പോലെ ആർദ്രമായി തീരണം. മനസ്സ് കല്ലുപോലെ ആയിക്കഴിഞ്ഞാൽ ഈശ്വരനെ കിട്ടുകയില്ല. ഇപ്പോൾ കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും സഞ്ചരിക്കുന്നവർക്ക് മനസ്സിന് ഈ ആർദ്രത എന്ന ഭാവം കൈവരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് മേൽപ്പത്തൂർ ചോദിക്കുകയാണ്, ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഹി സിദ്ധ്യന്തി ജന്മാന്തരേഹി. അപ്പോൾ ഈ രണ്ട് മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ബഹുഭിഹി ജന്മാന്തരേഹി, എത്രയോ ജന്മങ്ങളെ കൊണ്ട് മാത്രമാണ് ഇവർക്ക് കൈവല്യം അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ പറയുന്ന ഒരു പദത്തെ പ്രാപിക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭക്തിമാർഗം സ്വീകരിക്കുന്നവർക്കോ അവർക്ക് വളരെ അനായാസമായി ഈ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാമെന്ന് മാത്രമല്ല, അവർക്ക് വളരെ എളുപ്പത്തിൽ ആ ഈശ്വരാനുഭൂതി നേടാനും കഴിയും. അപ്പോൾ നമ്മൾ വീണ്ടും ഓർമ്മിക്കുക, നമ്മൾ ജീവിക്കുന്ന കാലവും സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നാരായണീയം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ, കാലദേശാവധിഭ്യാം നിർമുക്തം. അപ്പോൾ ഭാരതമാകുന്ന ഈ ദേശത്ത് കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് മറ്റു മാർഗങ്ങളുടെ പിന്നാലെ പോയി കഷ്ടപ്പെടാൻ സമയമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണല്ലോ കലിയുഗത്തിലുള്ളവർ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും ഉദാത്തമായ ഭക്തിമാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ ഒരു പ്രേരണ നൽകുകയാണ് ഈ അത്യായാസകരാണി എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ശ്ലോകം എന്നും അനുസന്ധാനം ചെയ്യുക. മറ്റു മാർഗങ്ങളൊക്കെ വിട്ട് നമുക്ക് ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കാൻ ഇത് പ്രേരണയായി തീരട്ടെ.